ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചെടുക്കുകയാണ്. ഇവിടെ പൊട്ടിച്ചെടുക്കുന്ന പാറകൾ ഇങ്ങനെ കോരിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് വട്ടപ്പാറ ഭാഗത്താണ്. വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. വട്ടപ്പാറ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ കുറേ വാഹനങ്ങൾ വയഡക്റ്റിൻ്റെ മുകളിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം ഒരു കാറ് വരുന്നത്. ഇതുപോലെ കുറേ വാഹനങ്ങൾ ഇപ്പോൾ വളാഞ്ചേരി ഭാഗത്ത് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഈ ഭാഗത്ത് റോഡ് പണി ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം തുറന്നു കൊടുത്തേക്കണമെന്നുള്ള ഒരു അറിവ് കിട്ടിയ വാഹനങ്ങളൊക്കെ ഇതിൽ വഴി പോകുന്നുണ്ട്. അപ്പോൾ അറിയാത്ത ആളുകൾ പഴയ നമ്മുടെ ഹൈവേയിൽ കൂടെ തന്നെയാണ് പോകുന്നത് വളാഞ്ചേരി ഭാഗത്ത്. അപ്പോൾ കുറേ പേര് ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ ഈ അടുത്ത ഭാഗം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. വയഡക്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് റോഡിൻ്റെ ഭാഗത്തേക്ക് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള പുതിയൊരു മാറ്റം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ മെറ്റൽ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വളരെ വേഗത്തിലാണ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നത്. വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനിയുള്ളത്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ബാക്കി അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ ഇവിടെ അങ്ങനെയാണ് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് മുകൾ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ പാറകളാണ് കോറിയിലുള്ള പോലെ. അവിടെയുള്ള വർക്കുകൾ ഇനിയും പൊട്ടിച്ചെടുക്കാനുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഇവർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി അവിടെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കാണോ അവിടെ നിന്ന് ഇനി പാറകൾ എടുക്കാനുണ്ടോ എന്ന് എനിക്ക് ഇത്ര കറക്റ്റായിട്ട് അറിയില്ല. ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണെങ്കിൽ ഇനിയും പാറകൾ എടുക്കേണ്ടി വരും. ഈ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തുകൂടെ ഈ ഭാഗത്തുകൂടെ നമുക്ക് കാണാം ഒരു സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള മണ്ണുകൾ ഇനി എടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്തു നിന്ന് പോയിട്ട് കാണാം ഇവിടെയുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് വണ്ടികൾ ഉപയോഗിച്ച് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. ആ ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അല്ലേ, അത്രയും ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്താണ് ഇനി വലിയ പാറകളുള്ളത്. ആ പാറകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഈ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടന്ന ഈ ഭാഗത്തൂടെ ഒന്ന് മുകളിലേക്ക് പോയി നോക്കുകയാണ്. ഈ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടില്ല. ഇവിടുന്ന് കാണാൻ നമുക്ക് അടിപൊളിയായിട്ട് വട്ടപ്പാറ വയഡക്റ്റ് ഇവിടുന്ന് കാണാൻ പറ്റും. കുറച്ച് പേരൊക്കെ വാഹനങ്ങൾ ഏറ്റ് പോകുന്നുണ്ട്. അറിയുന്ന ആളുകളൊക്കെ ഈ വഴി ഇപ്പോൾ വാഹനങ്ങളേറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ നമ്മുടെ വയഡക്റ്റ് അവസാനിക്കുന്ന ഈ ഭാഗത്തു നിന്ന് താഴെ ഭാഗത്തു കൂടെ അങ്ങ് കയറി വരാനുള്ളൊരു വഴിയുണ്ട്. അതിലൂടെയാണ് ആളുകളൊക്കെ കയറി വരുന്നത്. ആ വഴി ആദ്യം ഇവിടെയുള്ള കമ്പനി വർക്കേഴ്സിന് മാത്രമായിരുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് വളാഞ്ചേരി ടച്ച് ചെയ്യാതെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒനിയൻ പാലം ഭാഗത്ത് പോയിട്ട് ഇറങ്ങാം. ഇതിലൂടെ വരികയാണെങ്കിൽ കുറേ വാഹനങ്ങൾ ബ്ലോക്കുള്ള സമയത്ത് അറിയുന്നവരൊക്കെ ഈ വഴി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഭാഗം പോലെ ആയിട്ടുണ്ട് നമ്മുടെ വട്ടപ്പാറ ഭാഗം. അപ്പം നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞത്. ഇനി ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഈ ഭാഗം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്ത സ്റ്റെപ്പിലേക്കായിരിക്കും ഈ ഭാഗത്തെ മണ്ണ് എടുത്ത് മാറ്റിയതിന് ശേഷം അങ്ങനെയാണ് റോഡ് വർക്ക് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് പിന്നെ താഴേക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ വളരെ വേഗത്തിൽ റോഡ് പണി നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഭാഗത്താണെങ്കിൽ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് റോഡ് വർക്കിന് വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ
നമ്മുടെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഡേറ്റിൻ്റെ ഉള്ളിൽ ഇവർ ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു തത്രപ്പാടിലാണെന്ന് തോന്നുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. കാണാം നമുക്ക് ഇത്രയും ഭാഗത്തേക്ക് വരെ അവിടുന്ന് ഇങ്ങനെ ഇത്രയും ഭാഗത്തേക്ക് വരെ മെറ്റൽ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് പുതുതായിട്ട് റോളർ വെച്ച് അമർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തുള്ള വർക്കുകളൊക്കെ പിന്നീട് ചെയ്യുമായിരിക്കും. അതിന് മുന്നേ വാഹനങ്ങൾ കടത്തിവിടാനുള്ളൊരു തിടുക്കത്തിൽ ഇവർ റോഡ് പണിയൊക്കെ നടത്തുന്നുണ്ട്. എല്ലാം കൂടെ ഒരേ സമയത്താണ് ഇവർ ചെയ്യുന്നത്. വളരെ വേഗത്തിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറേ സുഹൃത്തുക്കൾ നല്ല പോസിറ്റീവായ കമൻറ്റുകളൊക്കെ തരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. കുറച്ച് പേര് മാത്രമായിരുന്നു ബാഡ് കമൻറ്റുകളൊക്കെ. നിങ്ങളുടെ പോസിറ്റീവായ കമൻറ്റുകൾ കാണുമ്പോൾ ആണ് വീണ്ടും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വരാനൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ കമൻസുകളൊക്കെ എഴുതുക. നമ്മുടെ ഈ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. 75% ആളുകളും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാം വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ മതിൽ ഭാഗത്തുനിന്ന് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചെടുക്കുകയാണ്. ഇവിടെ പൊട്ടിച്ചെടുക്കുന്ന പാറകൾ ഇങ്ങനെ കോരിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. വലിയ വലിയ പാറ കഷ്ണങ്ങൾ എടുത്തു മാറ്റിയിട്ട് കാണാം നമുക്കവിടെ. അത്രയും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഭാഗത്ത് കാണുന്ന പോലെ ഒരു സ്റ്റെപ്പ് ഈ ഭാഗത്തുമുണ്ട്. ഈ രണ്ട് ഭാഗത്തുള്ള സ്റ്റെപ്പിൻ്റെ ഭാഗത്തുള്ള മണ്ണുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പോലെയുള്ള വർക്കുകൾ സ്റ്റാർട്ടായിരിക്കും ഈ സൈഡിലും. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി ലെവൽ ചെയ്യാനുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ കുറഞ്ഞ ഭാഗത്ത് വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാം. അത്രയും വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവർ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. അത്രയും വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. വട്ടപ്പാറയുടെ ഒരു പുതിയൊരു കാഴ്ച തന്നെയാണ്. വളരെ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൂടെ ഒരു വലിയൊരു ലൈനൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലാണ് അതിൻ്റെ സ്റ്റേ കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്തായിരുന്നു കോൺക്രീറ്റ് വാളുകളൊക്കെ വന്നതിൻ്റെ വർക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ സൈഡിലൂടെ ആയിരിക്കും സർവീസ് റോഡ് കടന്നു പോവുക. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ അവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. ഈ ഭാഗത്തേക്ക് ഇവിടെ കാണാം നമുക്ക് ഷോ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിരിക്കും സർവീസ് റോഡ് വരിക ഈ ഭാഗത്ത്. അപ്പോൾ വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പുതിയ ഭാഗത്തൂടെ അപ്പുറത്തെ സർവീസ് റോഡിലൂടെയൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് നമ്മളെ വട്ടപ്പാറ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഡ്രോണൊന്നും ഇല്ലെങ്കിലും ഡ്രോണിനെ പോലുള്ളൊരു നല്ല അടിപൊളി കാഴ്ച ഇവിടുന്ന് മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഏറ്റവും വലുത്. എന്നെപ്പോലൊരു സാധാരണ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ എത്തിയത്, ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത് നിങ്ങളെപ്പോലുള്ളൊരു ആളുകളുടെ കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തുടർന്നുള്ള യാത്രകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇവരെ സൈറ്റിൻ്റെ ക്യാമ്പ്. ഈ ഭാഗത്താണ്, മുകൾ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെയുള്ള കാഴ്ചകൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ ഒരു ബാക്കി വരുന്ന വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. വാഹനങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നത് കാണാം നമുക്ക്. ഇവിടേക്ക് വരുമ്പോൾ ഇവരുടെ വാഹനങ്ങൾ കുറേ ലോറികൾ ഇവിടെ കൂട്ടി നിർത്തിയത് കാണാം.
ഇതൊന്നും വർക്കില്ലാത്ത വണ്ടികളാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ വണ്ടികൾക്കൊന്നും വർക്ക് ഉണ്ടാവും തോന്നില്ല, അതുകൊണ്ടായിരിക്കും ഇവിടെ റെസ്റ്റാ. കുറേ ലോറികൾ ഇവിടെ ഉണ്ട്. ഇത്രയും വാഹനങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു കമ്പനി തന്നെയാണ് KNRC. കാണാം എത്ര ലോറികളുണ്ട്, ഇത്രയും ലോറികളുണ്ട്. ഇവിടെ കുറേ JCBകൾ, അങ്ങനെയുള്ള കുറേ പലതരം വാഹനങ്ങളുണ്ട്. ഇവിടെയാണ് ഇവർ വണ്ടിൻ്റെ റിപ്പയറിങ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടില്ല, ഇവിടെ വരെ സ്റ്റാഫുകൾ താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഇവർ മെറ്റലുകളൊക്കെ കൂട്ടിയിട്ട് കാണാം ഇവരെ സിമെൻറ്റ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ വർക്കും എല്ലാ സംഭവങ്ങളും ഇവിടെയാണ്. അപ്പോൾ നമുക്കിനി താഴ്ഭാഗത്തേക്ക് പോവാം. ഇവിടെയാണ് ഈ ലോറിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് തോന്നുന്നത്. അതിൻ്റെ വർക്കൊക്കെ കാണുന്നുണ്ട്. എത്ര വലിയൊരു കൊട്ടയാണ് ഈ ഹിറ്റാച്ചിൻ്റെ സംഭവം. ഒരു 2 കൊട്ടയൊക്കെ ഇതിലേക്ക് ലോറിയിലേക്ക് ഇട്ടാൽ അത് ഫുള്ളാവും. ലോറിയൻ്റെ കൊട്ട ഫുള്ളാവാൻ അത്രയും വലിയ ഒരു കൈയാണ് അതിൻ്റേത്. ഇവിടെ ഇവർ ഓയിൽ ചേഞ്ചിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് അങ്ങോട്ട് താഴോട്ടുള്ള ഒരു കാഴ്ച നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ്. ഹൈവേ നമുക്ക് കാണാം. താഴ്ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്ന കാണാം. ആ ഭാഗത്താണ് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത്. അവിടുന്ന് ഒരു ചെറിയ ഭാഗം കാണാം നമുക്ക് വയഡക്റ്റിൻ്റെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം കൊണ്ടാണ് ഇത്രയും ഹൈറ്റിലേക്ക് ഞാൻ കയറി വന്നിട്ടുണ്ട് താഴ്ഭാഗത്തുനിന്ന്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു അടിപൊളി ദൃശ്യം തന്നെയാണ് കാണുന്നത്. നമ്മുടെ വയഡക്റ്റിൻ്റെ നല്ലൊരു അടിപൊളി ദൃശ്യം ഇവിടുന്ന് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വയഡക്റ്റ് ഇവിടുന്ന് കാണുമ്പോഴുള്ളൊരു കാഴ്ച. വർക്ക് നടക്കുന്നത് താഴ്ഭാഗത്തേക്ക് കാണാം. ഇവിടുന്ന് ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു കാട് പിടിച്ച ഏരിയയാണ്. ഒരു ചെറിയൊരു കുന്നാണ് ഇത്. ഈ കുന്നിൻ്റെ കട്ട് ചെയ്തിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത്. ഈ ഭാഗത്തേക്ക് കാണാം ഇവിടെ ഒരു യൂക്കാലിഫ് കാടുകൾ. ഇതിൻ്റെ മുകളിലൂടെ വരുന്ന വാഹനങ്ങളാണത്. വാഹനങ്ങൾ ഓടുന്നൊരു കാഴ്ച. വളരെ കുറഞ്ഞ പേര് അറിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് പേരൊക്കെ വരുന്നുള്ളൂ. അവിടെ നിന്ന് നേരെ നമ്മൾ വയഡക്റ്റ് കഴിഞ്ഞ് വരുന്ന പാടത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പാടത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം 2 സൈഡിലും ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞ് കാണാം. നമുക്ക് നല്ല മനോഹരമായിട്ട് വർക്കുകൾ കഴിഞ്ഞത് കാണാം. ഫുള്ളായിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കാണാം നമുക്ക് എല്ലായിടത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞത് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പേരൊക്കെ അറിയുന്നവരൊക്കെ ഈ വഴി ഇപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാറുകളൊക്കെ വരുന്നത് കാണാം നമുക്ക് മുന്നിൽ നിന്ന്. അറിയുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് പേര് പോകുന്നുള്ളൂ. ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മണ്ണ് കൂട്ടിയിട്ട പോലെയാണ് എങ്ങനെയാണ് ഇത് കാണാം. ഈ ഭാഗത്താണ് പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ മുൻഭാഗത്ത് കുറച്ച് ഭാഗത്ത് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു തോടിൻ്റെ കുറുകെ ചെറിയൊരു പാലം വന്നിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ഇതായിട്ട് കാണാം നമുക്കൊരു കൈവരി കൊടുത്തത്. അതിൽ നടന്നു പോകുന്ന ആളുകൾക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയും കൂടെയാണ്. അവിടെ നീല പെയിൻ്റൊക്കെ അടിച്ച് കാണാം. ഇപ്പുറത്തുണ്ട്. ഈ
ഷീറ്റാണ് ഇവിടെ വിരിക്കുന്നത് ഈ സൈഡിൽ ഭാഗത്ത്. ഇത് നമ്മൾ കാണിച്ചിരുന്നു, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ മണ്ണിൽ ഈ ഇങ്ങനത്തെ ഒരു ചകിരീൻ്റെ ഒരു ഷീറ്റാണ് വിരിക്കുന്നത്. അത് വിരിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലാണ് ഇവർ പുല്ല് കൊടന്ന് വെക്കുന്നത്. ആ പുല്ല് വെച്ചിട്ട് കുറേ ഭാഗത്ത് പുല്ലുകൾ സെറ്റായിട്ടുണ്ട്. കാണാൻ നമുക്ക് ചെറിയ തോതിൽ ഇങ്ങനെ പുല്ല് പിടിച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. ഈ പുല്ലും കൂടെ വളർന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും റോഡിന്. അപ്പോൾ അടിപൊളിയായിട്ട് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തൊക്കെയാണ് ആദ്യം തുറന്നു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കോഴിക്കോട് വെങ്ങളം വരെ പോയിട്ടുള്ള വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറയുടെ പുതിയ കാഴ്ചകൾ. വട്ടപ്പാറ വയഡക്റ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗം വരെ എത്തിയിട്ടുണ്ട്. വളാഞ്ചേരി അതുപോലെ പാലക്കാട് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞു പോകാനുള്ളൊരു എക്സിറ്റും കൂടെ അവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഉള്ള പുതിയൊരു മാറ്റങ്ങൾ. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.